ഇത് ഗുജറാത്തിൽ കിട്ടുന്ന ഒരുതരം മീനാണ്. സിൽവർ എന്ന് പറയുന്നത് ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഒരു സിൽവർ എന്നാണ് പറയുന്നത്. ഈ മീനിൻ്റെ ഒരു കറി പാചകവും ഒരു കലയാണല്ലോ. അപ്പോൾ അതിനാൽ അതിൻ്റെ ഒരു കറി നമ്മുടെ കേരള സ്റ്റൈലിലൊന്ന് വെക്കുകയാണ്. ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുളക് പൊടി, പിന്നെ റെഡ് ചില്ലി നമ്മുടെ നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ കിട്ടിയത് ഇവിടെയുള്ള പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഉലുവയുണ്ട്. പിന്നെ കുടംപുളിയും കുറച്ച് ഉണ്ടായിരുന്നു. ഇത് ഞാൻ ചൂടുവെള്ളത്തിനകത്ത് ഇത് ചെയ്ത് വെച്ചിരുന്ന അലിക്കാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നത്. ഇതിനകത്ത് കുരുമുളക് പൊടി ഒരു അര സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു തക്കാളി, പിന്നെ ഒരു 2 അല്ലി കറിവേപ്പില, ഒരു സവാള. ഇവിടെ ചെറിയുള്ളി കിട്ടത്തില്ല, അതുകൊണ്ട് സവാള ചെയ്യുന്നത്. അതിലുള്ളത് ഒരു കുട്ടകം പോലുള്ളൊരു പാത്രമാണ്. ചട്ടിയൊന്നും നമ്മുടെ നാട്ടിലേ ഉള്ളൂ, ഇവിടെ അതില്ല. ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുകെണ്ണയേ ഉള്ളൂ ഇവിടെ. വെളിച്ചെണ്ണ കിട്ടാത്തതുകൊണ്ട് കടുകെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ആ കടുകെണ്ണയുടെ ആ ചുവയങ്ങ് മാറും. അതിന് പ്രത്യേകിച്ച് നമ്മൾ കടുകിടേണ്ട കാര്യമില്ല. കടുകെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. കടുകെണ്ണയ്ക്കകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ കരിവെള്ളം കഴിച്ച് കഴിഞ്ഞാൽ അതിനെ കുറച്ച് അടച്ചു വെക്കണം. അപ്പോൾ ഇങ്ങനെ ഇട്ടിരുന്ന് കുറച്ച് നേരം ഇത് ചെയ്തതിന് ശേഷം എണ്ണയ്ക്കകത്തിട്ട് ഒരു അര സ്പൂൺ ഉലുവ ഇടുക. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. പൊട്ടിയതിന് ശേഷം പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചത് ഇതിനകത്തിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ഇഞ്ചി എല്ലാം അരച്ചത് കുറച്ച് രീതിയിൽ കുറച്ച് ഇതിനകത്തോട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞ് അപ്പം ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടത് വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്നിടം വരെ ഇങ്ങനെ വഴറ്റിയെടുക്കുക. തക്കാളി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. പിടി ഉപ്പും കൂടെ ഇടുക. പരലുപ്പാണ്. എന്നിട്ട് അത് തിളയ്ക്കുന്നിടം വരെ കാത്തിരിക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ആ പുളിയുടെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പുളിയുടെ വെള്ളവും ഒഴിച്ചു കൊടുക്കുക. അത് കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ മീൻ അങ്ങോട്ട് പെറുക്കിയിട്ട് കൊടുക്കുക ഓരോന്നോരായിട്ട്.
ഏകദേശം 1 കിലോ മീനുണ്ട്. ഇനി അതൊന്ന് നല്ലപോലെ തിളയ്ക്കട്ടെ. മൂടി വെച്ച് കുറച്ച് നേരം ഇരിക്കുക. എല്ലാം താത്ത് വെച്ചിട്ട് കറിക്കകത്ത് മുങ്ങി നിൽക്കണം. ഇത് ഇതിനി ഒന്ന് ചാറ് വറ്റുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കുക. മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള രണ്ട് കറിവേപ്പില ഓടിട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ വറ്റി വരട്ടെ. ഏകദേശം കറി ഒരുമാതിരി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി ചെറുതായിട്ട് ഇടുക. വേണമെങ്കിൽ ഇട്ടാൽ മതി. ഒരു ടേസ്റ്റ് വരാത്ത ഇതിൻ്റെ ഈ ഇപ്പോഴത്തെ മീനൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നിട്ടുള്ള മീനിൻ്റെ ഒരു ടേസ്റ്റ് കാണത്തില്ല. ഒരു പുഴമീൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. നമ്മുടെ സിൽവർ എന്ന് പറയുന്ന മീനിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം നമ്മുടെ ഒരു തേട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കോരയൊക്കെ ഇല്ലയോ, നമ്മുടെ വളർത്തു മീൻ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന്. നാട്ടിൽ കിട്ടുന്ന കൂട്ടുള്ള മീനൊന്നും കിട്ടത്തില്ല. അപ്പോൾ എങ്കിലും ഇത് നമുക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന മീനോട് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലാതെ എന്ത് ചെയ്യാനാണ്. നെല്ലുകുത്തി അരിയുടെ ചോറും കുറച്ച് മീൻ കറിയും